ഹായ് മക്കളെ, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിലെ കപ്പാസിറ്റൻസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റി C, distance of separation between plates D and potential difference V. Force of attraction between the plates of parallel plate capacitor will be. So force ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Force of attraction നമുക്ക് എങ്ങനെ എഴുതാം? F is equal to QE എന്ന് എഴുതാം. F is equal to QE അല്ലേ? ആൻഡ് ഇന്റെ വാല്യൂ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഇന്റെ വാല്യൂ എന്തായിരിക്കും? ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നായിരിക്കും ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ്. ഇനി സിഗ്മ എന്താണ്? സിഗ്മ ഇസ് ഗിവൺ ആസ് ക്യൂ ബൈ എ അല്ലെ. സോ ക്യൂ ബൈ 2 എപ്സിലോൺ 0 എ എന്ന് കിട്ടും, വിച്ച് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി എഫിന്റെ ഇക്വേഷനിൽ നമ്മൾ ഒന്നുകൂടി ഇടുകയാണെങ്കിൽ വി ഗെറ്റ് ക്യൂ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 എ. ആൻഡ് നമുക്കറിയാം Q is also given by CV അല്ലെ. ഒരു കപ്പാസിറ്ററിൽ Q is equal to CV where C is the capacitance and V is the voltage. അപ്പോൾ C square V square by 2 epsilon 0 A. ആൻഡ് ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ എപ്സിലോൺ 0 ഉള്ള ഒരു ഓപ്ഷനും ഇല്ല. സോ നമുക്ക് എപ്സിലോൺ 0 കളയണം. എപ്സിലോൺ 0 എങ്ങനെ കളയാം? വി നോ ദാറ്റ് C is equal to epsilon 0 A by D അല്ലെ. സോ epsilon 0 A can be given as CD അല്ലെ. CD epsilon 0 A എന്നുള്ളത് നമ്മൾ CD ആയിട്ട് എഴുതിയാൽ വി ഗെറ്റ് F is equal to C square V square by 2 into CD അല്ലെ. ആൻഡ് ഒരു C വെട്ടിപ്പോയാൽ വി ഗെറ്റ് F is equal to CV square by 2D. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഏതാണ്? ഓപ്ഷൻ C is equal to CV square by D. അതല്ല ഓപ്ഷൻ B ഏതാണ്? CV square by 2D. അതല്ലേ നമുക്ക് വേണ്ട ആൻസർ. സോ വി ക്യാൻ മാർക്ക് ഓപ്ഷൻ B as the final answer. Thank you.